അപ്പോൾ ഇന്നിപ്പോൾ ഒരു വാർത്ത വന്നു. RSS ചീഫായിട്ടുള്ള മോഹൻ ഭഗവത് ജി, എൻ്റെ ജി, പുള്ളി ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. അതായത് ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ അടുത്ത് ഒരു ആവശ്യം, ടു എൻഡ് കാസ്റ്റ് ഡിഫറൻസസ്, നമ്മളുടെ ജാതി വിവേചനം അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഹ്വാനം അത് നടത്തിയിരിക്കുകയാണ്. എന്നിട്ട് ആൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, 1 ടെമ്പിൾ 1 വെൽ 1 ക്രിമേഷൻ ഗ്രൗണ്ട്, ഇതാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ഹിന്ദുമത സമൂഹം അല്ലെങ്കിൽ ആ ഹിന്ദു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം, അത് ഏത് മതവിഭാഗം എടുത്തു കഴിഞ്ഞാലും ഈ പറയുന്ന സാധനം തന്നെയാണ് അവരുടെ ആരാധനാലയം, അവരുടെ ഇതുപോലെ കുടിവെള്ളം എടുക്കുന്ന സ്ഥലങ്ങൾ, അതല്ലെങ്കിൽ അതുപോലെയുള്ള വിഷയങ്ങൾ. പിന്നെ അതുകൂടാതെ ഈ മരിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന സാധനം, അത് ഏത് മതത്തിൻ്റെയും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു വിഷയത്തിൽ നമ്മൾ കാണുന്നത് എന്താണ്, ഹിന്ദു മത ആചാരം കൊണ്ട് നടക്കുന്ന ആളുകൾ അവരുടെ ജാതി അതിൻ്റെ വേർതിരിവിനനുസരിച്ചിട്ട് ചില അയിത്തം അങ്ങോട്ടും ഇങ്ങോട്ടും കൽപ്പിക്കുന്നു. അതിൻ്റെ പേരിലുള്ള കോലാഹലങ്ങൾ, വിഷയങ്ങൾ, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇവിടെ നടക്കാറുണ്ട്. അപ്പോൾ ആ ഒരു സംഗതിയുടെ മുന്നിൽ ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു ആഹ്വാനം അവിടെ വെക്കുന്നു. അതിൻ്റെ മറ്റ് പശ്ചാത്തലത്തിലേക്കോ അതിൻ്റെ മറ്റ് കാര്യത്തിലേക്കോ ഒന്നും നമ്മൾ കിടക്കുന്നില്ല. രണ്ട് കാര്യമേ ഞാനിവിടെ പറയുന്നുള്ളൂ. ഒന്ന്, ഇങ്ങനൊരു ആഹ്വാനം നടത്തി എന്നുള്ളത്. 2, ഇത് നടത്തിയത് ആരാണ് എന്നുള്ളത്. ഇതാണ് ഇവിടുത്തെ 2 പ്രധാനപ്പെട്ട വിഷയം. മൂന്നാമത് നമുക്ക് ചേർത്ത് പറയാവുന്ന, അല്ലെങ്കിൽ ഇതിൽ സ്വാഭാവികമായിട്ട് നമ്മൾ ഫേസ്ബുക്ക് പോസ്റ്റും അതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് പ്രധാനമായിട്ടും ഈ കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള റിസർവേഷൻ അത് കൊടുത്തുകൊണ്ടിരിക്കുന്ന കാലത്തോളം ഈ ഒരു വിഷയത്തിൽ എത്രമാത്രം ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളൊരു ചോദ്യം കൂടി നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. അതിൽ നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉത്തരം എന്ന് പറയുന്നത്, കാസ്റ്റ് ബേസ്ഡ് റിസർവേഷൻ ഇവിടെ ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് ജാതി വിവേചനം അത് കുറയ്ക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. അത് വളരെയധികം ഡിലേ ചെയ്യും അതിൻ്റെ എക്സ്റ്റിങ്ഷൻ എന്നുള്ളതാണ് നമ്മൾ പറയാം. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും വിധേന ഇത് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, അതായത് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഒഴിവാക്കണം എന്ന് നിങ്ങൾക്ക് വലിയ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഈ കാസ്റ്റ് ബേസ് ചെയ്തുകൊണ്ടുള്ള റിസർവേഷൻ അതിന് ഒരു പരിഹാരം കാണണം. അത് ഒഴിവാക്കിക്കൊണ്ട് മറ്റു വഴികൾ കണ്ടെത്തേണ്ട ഒരു ആവശ്യകത ഇവിടെ ഉണ്ട്. അതിൽ എൻ്റെയൊക്കെ ഒരു പോളിസി, അല്ലെങ്കിൽ നമ്മൾ ഇതിനകത്ത് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം, നമ്മളിതിനകത്തൊരു നമ്മൾ ഈ പറയാറുള്ള പോലെ സാധാരണ സംഗതി ഹോമിയോ ഡോക്ടർ ആണെങ്കിൽ നമ്മൾ ഡോക്ടർ ആയതുകൊണ്ട് ആ ഒരു ലൈനിലാണ് നമ്മൾ ചിന്തിക്കുക. അതായത് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതെങ്ങനെയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും? 2 വഴിയിലാണ് സാധാരണ നമ്മൾ തിരിച്ചറിയുക. ഒന്ന്, നമ്മൾ സ്ക്രീനിങ് നടത്തിയിട്ട് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടോ എന്ന് നോക്കി നമ്മൾ അതിൻ്റെ പിന്നാലെ പോകുന്നു, എന്നിട്ട് നമ്മളത് കണ്ടെത്തുന്നു. അങ്ങനെ, അതായത് അതിൻ്റെ കോസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി അത് കോസ് ഇന്നതാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ പറയണം, ഓക്കെ ഇന്നതാണ് പ്രോബ്ലം എന്ന് നമുക്ക് പറഞ്ഞിട്ട് അതിനെ പരിഹരിക്കാം. മരുന്ന് കൊടുക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, വാക്സിൻ എടുക്കാം, എന്ത് കൊടുക്കാം. രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് എന്താണ്, നിങ്ങളൊരു ജനറൽ പോപ്പുലേഷനിൽ നോക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് ഒരു രോഗി വരുമ്പോൾ ആ രോഗിയിൽ ചില സിംറ്റംസ് നിങ്ങൾ കാണുകയാണ്. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ഈ സിംറ്റം ഇത് ഇന്ന പ്രശ്നത്തിൻ്റെ ആവാനാണ് സാധ്യത എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ പ്രശ്നത്തെ ഡയഗ്നോസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കോസ് എല്ലാം നമുക്ക് അതിൻ്റെ പിന്നാലെ വരും. ഇങ്ങനെ 2 അപ്രോച്ച് നമുക്കുണ്ട്. അതായത് 2 എൻഡിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, ഇപ്പുറത്തെ ഒരു എൻഡ്, അതിൻ്റെ തുടക്കം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളൊരു എൻഡ്, പോയിന്റ് എ എന്ന് തുടങ്ങുന്ന ഒരു കാഴ്ചപ്പാട്. രണ്ടാമത്തെ എൻഡ് എന്ന് പറയുന്നത് പോയിന്റ് ബി എന്ന് പറഞ്ഞാൽ അതിൻ്റെ എൻഡ് പോയിൻ്റാണ്, അതായത് അതിൻ്റെ ഔട്ട്പുട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ പറയുന്നത് എന്താണ്, ഈ കാസ്റ്റ് ബേസ്ഡ് റിസർവേഷൻ ഉണ്ടാകുമ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് പറയുന്നത് അവർ സമൂഹത്തിൽ വളരെയധികം പിന്തള്ളപ്പെടുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, കോളേജുകളിൽ അഡ്മിഷൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ജോലി കയറാൻ കഴിയുന്നില്ല, പ്രൊഫസേഴ്സായിട്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പൊസിഷനിലേക്ക് അവർക്ക് കയറാൻ കഴിയുന്നില്ല. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ അവിടെ പറയുന്നത് നമ്മൾ കാണാറുണ്ട്. അതല്ലെങ്കിൽ ഇപ്പോൾ പാർലമെൻറ്റ് നമ്മളെടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് അവരുടെ റെപ്രസെൻറ്റേഷൻ കുറയുന്നു. ഇങ്ങനെ പല ആംഗിളിൽ നിന്നാണ് ഇതിനെ പറയുക. അപ്പോൾ നമ്മളവിടെ പറയുന്നത് അതിൻ്റെ ആ ഒരു എൻഡ് പോയിന്റ്, അതിൻ്റെ ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന പ്രശ്നം നോക്കിയിട്ടാണ് നമ്മൾ പറയുന്നത്, ഓക്കെ ദിസ് ഇസ് ബിക്കോസ്, അതായത് അവിടെ ഒരു ഡിസ്പാരിറ്റി ഉണ്ട്, ആ ഡിസ്പാരിറ്റിയുടെ കാരണം അത് ഡിസ്ക്രിമിനേഷനാണ് എന്നും അതോടൊപ്പം കുറച്ചുകൂടി കയറ്റി പറഞ്ഞുകൊണ്ട് അത് ഈ കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രശ്നം കൊണ്ടുമാണ് എന്ന് പറയുന്നൊരു അവസ്ഥ. ഇതാണ് സാധാരണ നമ്മൾ കാണാറുള്ളൊരു പറച്ചിൽ എന്ന് പറയാം. ഇത് വളരെയധികം ഫ്ലോഡ് ആണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാരണം ഈ ഡിസ്പാരിറ്റി ഈസ് നോട്ട് ഓൾവേസ് ഡിസ്ക്രിമിനേഷൻ. ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം എന്നുള്ളതാണ് ഇതിനകത്ത് വരുന്നത്. അതായത് നിങ്ങളൊരു മേഖലയിൽ ഒരു കൂട്ടം ആളുകളുടെ കുറവ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് ഡിസ്ക്രിമിനേഷൻ കൊണ്ട് മാത്രമാകണമെന്നില്ല ആ കുറവ്. അത് അവരുടെ മറ്റു പല ഘടകങ്ങളുണ്ട്. അതിൽ അവരുടെ താല്പര്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് നമ്മൾ പറയാറുള്ളത്. അതേപോലെ മനഃപൂർവ്വം അവരെ തടയുന്നുണ്ടെങ്കിൽ അതും അവിടെ ഒരു പ്രശ്നമാണ്. അവിടെയാണ് ഈ ഒരു ഡിസ്ക്രിമിനേഷൻ അവിടെ വരുന്നത്. അങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ കണക്കാക്കുമ്പോൾ ഈ ഡിസ്പാരിറ്റി എന്ന് പറയുന്നത്, അവിടെ ഒരു വ്യത്യാസം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതെപ്പോഴും ഡിസ്ക്രിമിനേഷൻ ആകണമെന്നില്ല എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. ഇതൊരു വശത്തുണ്ടെങ്കിലും ഇവിടെ നമ്മൾ പറയുന്നത്, ഇവിടെ ഒരു കുറവുണ്ടെങ്കിൽ ആ കുറവ് എങ്ങനെ സംഭവിക്കുന്നു? അതായത് അവിടെ എത്തണമെന്ന് വിചാരിച്ചിട്ട് എത്താൻ പറ്റാത്തതാണോ, അതോ
അങ്ങനെയൊക്കെ സ്ഥലങ്ങളുണ്ട്, എത്തപ്പെടേണ്ട സ്ഥലങ്ങളുണ്ട് എന്ന് അറിയാത്തതാണോ? ഇത് രണ്ടും അവിടെ നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. പലപ്പോഴും ഇതിൽ സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു മേഖലയുണ്ട്, ഇതിനകത്തൊരു ആംബിഷൻ അവർക്ക് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ഒരു എക്സ്പോഷർ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അപ്പോൾ ഒരു സമൂഹത്തിൻ്റെ ബാക്ക്വേർഡ്നെസ് എന്ന് പറയുന്നത് അത് എപ്പോഴും അത് ഡിസ്ക്രിമിനേഷൻ തന്നെ ആകണമെന്നില്ല. അത് അവരുടെ മറ്റ് പല ഘടകങ്ങളുണ്ടാവും. അതിലേറ്റവും പ്രധാനമാണ് അവർക്ക് കിട്ടുന്ന എക്സ്പോഷറും. അതുപോലെ തന്നെ അങ്ങനെ ഒരു സംഗതി ഉണ്ടെങ്കിൽ, എക്സ്പോഷർ ഉണ്ടായാൽ തന്നെ അതിന് പ്രാപ്തമാകുന്ന രീതിയിൽ അവർക്ക് അതിനുള്ള മൂലധനം, അതുകൊണ്ട് അത് നടത്തിയെടുക്കാനുള്ള ആ സഹായം, അതിപ്പോൾ സാമ്പത്തികമായിട്ടുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് വരിക. മറ്റ് ഒരു ഫാമിലി എന്നുള്ള സപ്പോർട്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ പണ്ടൊക്കെ നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് മാറി നിന്ന് പഠിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അത് സമ്മതിക്കില്ല, നീ ഇവിടെയൊക്കെ പഠിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു സംഗതി. പക്ഷേ പിന്നെ ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്, നീ എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് പുറത്ത് പോയിട്ട് വല്ല UK വല്ല അമേരിക്കയിലോ പോയി പഠിക്കൂ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ അവിടെ എക്സ്പോഷറിൻ്റെ വിഷയമല്ല, അവിടെ ആ സമൂഹത്തിൽ നിന്ന് പിടിച്ച് കെട്ടുന്ന ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇതേപോലെ പല ഘടകം, ഇപ്പം നമ്മളെപ്പോഴും പറയാറുള്ള, നമ്മൾ ആദിവാസി മേഖലയിൽ നമ്മൾ വർക്ക് ചെയ്തപ്പോൾ നമ്മുടെ എക്സ്പോഷർ, അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഇൻസൈറ്റ് എന്താണ്, നമ്മളവിടെ അട്ടപ്പാടിയിൽ അവിടെ ചെല്ലുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, നമ്മൾ പത്രങ്ങളിലൂടെ വായിച്ചറിഞ്ഞിട്ടുള്ള അട്ടപ്പാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഗ്രാമങ്ങൾ, അവിടെയുള്ള ഈ ഊരുകളിൽ വെളിച്ചമില്ല, അവിടെ അതില്ല ഇതില്ല, വലിയ വലിയ പ്രശ്നങ്ങൾ എന്നൊക്കെ പറയുന്നു. അപ്പോൾ നമ്മൾ അവരെ എന്തോ തളച്ചിട്ടിരിക്കുകയാണെന്നുള്ളൊരു ലൈനിലാണ് കാര്യങ്ങൾ എപ്പോഴും പറയാറുള്ളത്. പക്ഷേ നമ്മളവിടെ ചെന്ന് കാണുമ്പോൾ കാണുന്നത് എന്താ, ഓരോ ഊരിലും ഓരോ വീടിനും ഇലക്ട്രിസിറ്റി കിട്ടുന്നതിന് പാകമാകുന്ന രീതിയിൽ അവിടെ പോസ്റ്റ് ഉണ്ട്, എല്ലാ വീട്ടിലേക്കും കണക്ഷനും കൊടുക്കുന്ന അവസ്ഥ അവിടെ ഉണ്ട്. അന്ന് നമ്മൾ പോകുന്ന സമയത്ത് അവിടെയുള്ള എക്സാക്ട് നമ്പർ ഞാൻ ഓർക്കുന്നില്ല, ഏതായാലും 100-ൽ പരം ഊരുകളുള്ള ആ അട്ടപ്പാടി മേഖലയിൽ 2-3 ഊരുകളിൽ അല്ലെങ്കിൽ 10-ൽ താഴെ ഊരുകളിൽ മാത്രമാണ് റോഡ് പോലും ഇല്ലാത്തതുള്ളൂ. അതിൻ്റെ കാരണം പ്രധാനമായിട്ടും അവർ വില്ലിങ് അല്ല ആ കാട്ടുപ്രദേശത്ത് നിന്ന് അല്ലെങ്കിൽ പുഴയുടെ തുരുത്ത് പോലുള്ള സ്ഥലങ്ങളിൽ ഇവിടെയൊക്കെ താമസിക്കാം. അങ്ങോട്ടേക്ക് റോഡ് പണിയേണ്ട ആവശ്യം വരുന്നില്ല, അവിടേക്ക് എത്തിക്കാനും പാടാണ്. നമ്മൾ പ്രളയം ഉണ്ടായിരുന്ന സമയത്ത് അവരെ പുറത്തു കൊണ്ടുവരാനൊക്കെ വലിയ ബുദ്ധിമുട്ടായതൊക്കെ വാർത്തയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നത് എന്താണ്, അവർക്കതൊരു ആവശ്യം തോന്നുന്നില്ല എന്നുള്ളതാണ്. അതൊഴിച്ച് ബാക്കിയുള്ള എല്ലാ ഊരുകളിലേക്കും റോഡുണ്ട്, ഇലക്ട്രിസിറ്റി ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ നമ്മൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് എന്താണ്, അവർക്ക് ഇലക്ട്രിസിറ്റി ഒന്നും വേണ്ട. അവരവിടെ പോസ്റ്റിൽ മറ്റേ തുണി ഉണക്കാനിടുന്ന അവസ്ഥയാണ് നമ്മളവിടെ ചെല്ലുമ്പോൾ കാണുന്നത്. എന്താ കാരണം, TV വാങ്ങിച്ചു കൊടുത്തിരുന്നു. പല സന്നദ്ധ പ്രവർത്തകർ വന്നിട്ട് LED TV ഒക്കെ വെച്ച് കൊടുത്തു. ഇവരെന്താ ചെയ്യുക, ഈ LED TV പറിച്ചെടുത്തിട്ട് നേരെ 50 കിലോമീറ്റർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ കോയമ്പത്തൂർ ചെല്ലുന്നു, അവരവിടെ മറിച്ച് വെക്കുന്നു, കള്ള് വാങ്ങിക്കുന്നു, തിരിച്ചു പോരുന്നു. ഇതാണ് അവിടുത്തെ പരിപാടി. കാരണം അട്ടപ്പാടിയിൽ കള്ള് കിട്ടില്ല, അപ്പോൾ അവരവിടെ പോയിട്ട് കള്ള് കുടിച്ചിട്ടൊക്കെ വരും. ഇതാണ് പരിപാടി എന്ന് പറഞ്ഞ പോലെ പല തരത്തിലുള്ള രീതിയിൽ അവർ ചെയ്യണം. അപ്പോൾ നമ്മളവിടെ കാണുന്നത് എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ, ഇതുകൊണ്ടൊക്കെ ഉള്ളൊരു ആവശ്യകത, ഇത് അവർക്ക് ആ ഒരു എക്സ്പോഷർ കിട്ടാത്തതുകൊണ്ട് ഇവർക്ക് ഒരു ആംബിഷൻ അത് ഡെവലപ്പ് ചെയ്യുന്നില്ല. ഇങ്ങനെയൊക്കെ പുറത്ത് പോകണമെന്നുള്ളൊരു ചിന്ത വരുന്നില്ല. അതുകൊണ്ട് അവസരങ്ങളുണ്ടായാലും അവർക്കത് എടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മളെ പ്രധാന പണി എന്തായിരുന്നു, അവർക്ക് ഇതൊക്കെ ശീലിപ്പിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ ഉണ്ട്, അതിനൊരു എക്സ്പോഷർ കൊടുക്കുക, കൊണ്ട് കാണിച്ചു കൊടുക്കുക, ഇങ്ങനെയൊക്കെയാണ് അവിടെ നടക്കുന്നത്. നമ്മളവിടെ ചെല്ലുമ്പോൾ അവർക്ക്, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുമ്പോൾ ചില ഈ നമ്മളുടെ വഴിക്കടവ് ആ ഭാഗം, നമ്മുടെ നിലമ്പൂർ കാടുകളുടെ ഉള്ളിലുള്ള ആദിവാസി കുടുംബങ്ങൾ നമ്മൾ ചെല്ലുമ്പോൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കൊടുക്കുക. അവർ ആദ്യമായിട്ട് കാണുകയാണ് ആപ്പിൾ അല്ലെങ്കിൽ ഓറഞ്ചൊക്കെ കാണുമ്പോൾ അവർ വളരെയധികം ഇങ്ങനെ കണ്ട് അത് കഴിക്കണം എന്നൊക്കെ തോന്നുന്നത് നമ്മൾ കാണുക. അപ്പോൾ നമ്മളവിടെ പറയുന്നത് ഒരു എക്സ്പോഷറിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇനി അതിനുശേഷം അവർക്ക് പുറത്തു വന്ന് പഠിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ തടസ്സങ്ങൾ എന്താണുള്ളത്? പ്രധാനമായിട്ടുള്ള തടസ്സം ഇതുപോലെയുള്ള പല ഗോത്രങ്ങളിലും വഴിവെട്ടി കൊടുക്കാത്തതുകൊണ്ട് അവർക്ക് വരാനുള്ള പാട്. പക്ഷേ അട്ടപ്പാടിയിൽ അതില്ല എന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ മറ്റു പല സ്ഥലങ്ങളിൽ അതാണ് ഒരു പ്രശ്നം. അപ്പോൾ അവർക്ക് വഴി വെട്ടി കൊടുക്കുക. ഇനി ഇവിടെ നമ്മൾ ചെല്ലുമ്പോൾ, ചില കുടുംബങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ്, അതായത് ഇപ്പോൾ നമ്മളൊരു ഊരിലേക്ക് പോകുമ്പോൾ അവിടെ ഊര് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കൂരകൾ, ചെറിയ വീടുകൾ, ഇതൊക്കെയാണ് അവിടെ നമ്മൾ കാണുക. പക്ഷേ അതിൻ്റെ ഇടയിൽ ചില വീടുകൾ 2 നില അതുപോലെ നല്ല രീതിയിൽ പണിത് ഉയർത്തിയിട്ടുള്ള വീടുകൾ നമ്മൾ കാണും. അതിന് മുന്നിൽ കാറ് നമ്മൾ കാണുന്നു. ഇതൊക്കെ നമ്മളവിടെ കാണുമ്പോൾ അപ്പോൾ നമ്മൾ ചോദിക്കും, ഇത് ഇനി പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് ഇവിടെ താമസിക്കണമെന്ന് എന്ന് വിചാരിക്കുമ്പോൾ അപ്പോൾ അവർ പറയും, അല്ല, ഇയാൾക്ക് ജോലി പുറത്തായിരുന്നു, ഇയാൾ അവിടെ പോയി ജോലി ചെയ്ത് അവിടുന്ന് കാശുണ്ടാക്കി ഇവിടെ വന്ന് ചെയ്യുന്നു. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ്, അയാളുടെ വീടിന് ചുറ്റുമുള്ള ആളുകൾ ഇത് കാണുന്നു, അവരും ഇതേപോലെ പതിയെ അവിടുത്തെ പ്രത്യേകിച്ച് കുട്ടികൾ പുറത്തേക്ക് പോകുന്നു, പഠിക്കുന്നു. ഇങ്ങനെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ, അവർക്ക് പഠിക്കാനുള്ള ചിലവ്, അതിനുള്ള ഫൈനാൻഷ്യൽ എയ്ഡ് ഇത് നമ്മൾ കൊടുത്തിരുന്നു. ഇതായിരുന്നു നമ്മളൊരു പ്രധാന പണി. അങ്ങനെ പോകേണ്ട ആളുകൾക്ക് PSC കോച്ചിങ്, പരീക്ഷ എഴുതാനുള്ള പരിശീലനം, PSCയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ഒരു സാധനമേ അവർക്കറിയില്ല. അപ്പോൾ അത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് അവർ പുറത്തേക്ക് പോകുന്നു, അങ്ങനെ ജോലി കിട്ടി പോകുന്നു. അന്നത്തെ ബാച്ചിലൊക്കെ നമ്മൾ PSC കോച്ചിങ് ഒക്കെ കൊടുത്തിട്ട് കുറേ പേര് ഇതേപോലെ പുറത്ത് പോയി പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതായത് ആ കാട്ടിൽ നിന്ന് വെളിയിൽ വന്ന് പഠിക്കുന്നു. നമ്മളെപ്പോഴും പരാമർശിക്കാറുള്ള പ്രഭുദാസ് ഡോക്ടർ ഒരു ആദിവാസി അല്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു ആദിവാസിയായിരുന്നു. കാരണം എന്താണ്, ആദിവാസിയായ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡോക്ടറുമാണ്. അവരവിടെ പഠിച്ചത് പുറത്താണ്, കൊല്ലത്തെങ്ങാണ്ടാണ് പഠിച്ചത്. പക്ഷെ എന്താ ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രഭുദാസ് ഡോക്ടർ ഈ പറയുന്ന ആദിവാസി മേഖലയിൽ ജോലി ചെയ്യാൻ വേണ്ടി അതിൻ്റെ ആ ഒരു വലിയൊരു ആ ഒരു മോട്ടിവേഷനിൽ അവിടെ
കെട്ടി പിണഞ്ഞ് കിടക്കുന്നൊരവസ്ഥ. ആൾ അതിലങ്ങ് വളരെയധികം ഡെഡിക്കേറ്റഡ് ആയിട്ട് പോകുമ്പോൾ ഭാര്യ കാടുമെടുത്തിട്ട് നേരെ നാട്ടിൽ വന്നിട്ട് ജീവിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ ഒരു തമാശ നമ്മളെപ്പോഴും പറയാറുണ്ട്. ഇതെല്ലാം അവിടെ സംഭവിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വെക്കുന്നത്, നിങ്ങൾ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് പഠിക്കാനുള്ള ലിമിറ്റേഷൻസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് എത്തിച്ചു കൊടുക്കുക. അത് എത്തിച്ചാൽ അവർ പഠിച്ചോളും. കാരണം എന്താണ്, നമ്മളും ഒരു കാലത്ത് ഇതേപോലെയൊക്കെ തന്നെയായിരുന്നു. ഒന്നത്. രണ്ട്, അവർക്ക് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ, അവർക്ക് ലഭിക്കേണ്ട ആ ഒരു സംഗതികൾ എടുത്തു വെക്കാനുള്ള കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അതുമായിട്ട് മുന്നോട്ട് പോകാനുള്ള കെൽപ്പ് അതെല്ലാ മനുഷ്യനുണ്ട്. കാരണം നമ്മളെല്ലാവരും, അതിപ്പോൾ ആദിവാസി ആയാലും നമ്മൾ ഹോമോസാപ്പിയൻസ് തന്നെയാണ്. നമ്മളുടെ ബ്രെയിൻ അത് വർക്ക് ചെയ്യുന്ന സാധനം തന്നെയാണ്. അപ്പോൾ അതിനുള്ള വഴികൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ചെയ്യണമെന്ന് നമ്മൾ പറയാറുണ്ട്. ഇതൊരു തിരിച്ചറിവുണ്ടാകുന്നത് നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ ഇത് ചെയ്യുമ്പോഴാണ്. ഇവിടെ ഒന്നും പോയിട്ട് അവർക്ക് നമ്മൾ ഈ SC/ST ഈ പറയുന്ന റിസർവേഷനൊക്കെ ഉണ്ട്, ഷെഡ്യൂൾ ട്രൈബ് അതുപോലെ ആദിവാസി മേഖലയിലുള്ള റിസർവേഷൻ നമുക്കറിയാലോ. ഇതുകൊണ്ടൊന്നും അല്ല അവിടെ ആളുകൾ രക്ഷപ്പെടുന്നത്. അവിടെ ആളുകൾ രക്ഷപ്പെടുന്നത് ഇതുപോലെയുള്ള എക്സ്പോഷർ കിട്ടുമ്പോൾ, അതിനുള്ള ആംബിഷൻ ഉണ്ടാകുമ്പോൾ, അതിനുള്ള വഴികൾ തേടി പിടിച്ചിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മളുടെ ഈ എസൻസിൻ്റെ തന്നെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരു ആദിവാസി മേഖലയിൽ നിന്നുള്ള ഒരു പെൺകുട്ടി നിങ്ങൾക്ക് പരിചയമുണ്ട്. ഉൻജോയ് എന്നാണ് ആളുടെ പേര്. ആളുമായിട്ട് നമ്മളൊരു ചർച്ച നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അധികം വൈകാതെ ഇവിടെ വരും. ആളൊരു ആദിവാസി മേഖലയിൽ നിന്ന് അവിടുന്ന് ഓടി രക്ഷപ്പെട്ട് നാട്ടിൽ വന്ന് ജീവിക്കുന്ന ഒരാളാണ്. എന്തുകൊണ്ടാണ് ഓടി വന്ന് രക്ഷപ്പെട്ടു? ആളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാം. ആൾ പറയുന്നത് തന്നെ, നിങ്ങൾ റിസർവേഷൻ തന്ന് ഞങ്ങളെ ഇതേപോലെ നിരാലംബരാക്കി, ഞങ്ങളെ ഒന്നിനും കൊള്ളാത്തവരാക്കി മാറ്റുകയാണ് ചെയ്തത് എന്നാണ് അവരെ പൊതുവായിട്ടുള്ളൊരു അഭിപ്രായം. കാരണം എന്താണ്, നിങ്ങൾ അത്രയൊന്നും ആലോചിക്കണം, നിങ്ങൾ അത്രയ്ക്ക് ആംബിഷൻ ഒന്നും, നിങ്ങൾക്ക് ഇതൊക്കെ ഉണ്ട്, ഇതൊക്കെ ചെയ്ത് നിങ്ങളിവിടെ കൂടിയാൽ മതി എന്ന രീതിയിൽ അവരെ ലിമിറ്റ് ചെയ്യുന്നതിന് തുല്യമാണെന്നാണ് അവർ പറയുന്നത്. കാരണം അവരുടെ അനുഭവം അതാണ്. ഈ വിഷയം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മൊത്തം അനുഭവമാണ്. അപ്പോൾ നമുക്കും അനുഭവം പറയാം. നമ്മൾ പറയുമ്പോൾ നിങ്ങളുടെ അനുഭവം അത് ക്രോഡീകരിച്ചിട്ടുള്ള കണക്കുകളായിട്ടാണ് നിങ്ങൾ വരിക. നമ്മളിത് തന്നെയാണ് പറയുന്നത്. ഈ പറയുന്ന ആളുകൾക്കും പറയാനുള്ളത്, ഈ റിസർവേഷൻ കൊടുത്തതുകൊണ്ട് അവർക്കുണ്ടായിട്ടുള്ള ദോഷങ്ങൾ തന്നെയാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ദോഷം തന്നെയാണെന്ന് ഞാൻ പറയാം. ആ ദോഷം പ്രധാനമായിട്ട് അവരുടെ പെർഫോമൻസിനെ ബാധിക്കുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ പരാതി. രണ്ടാമത്തേതാണ് നമ്മളിവിടെ പറയാൻ പോകുന്ന മറ്റൊരു വിഷയം. അതിപ്പോൾ ആദിവാസി മേഖലയിൽ പറയുമ്പോൾ ഈ ജാതീയതയല്ല അവിടെ വരുന്നത്. പക്ഷേ ഈ ഷെഡ്യൂൾ കാസ്റ്റും അതുപോലെ OBC ഇതുപോലുള്ള സാധനത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ഈ റിസർവേഷൻ നിലനിർത്തുക എന്ന് പറയുന്നത് ഇവരുടെ ഒരു ആവശ്യമായി മാറുകയും, അത് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അവരതിന് പിന്നിലുള്ള കഥ ആവർത്തിച്ച് പറയണം. ആ കഥ എന്താണ്? അവർക്ക് ഇന്ന് പ്രശ്നമുണ്ടെന്നല്ല അവർ പലപ്പോഴും പറയുക. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പണ്ട് അവർ ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു എന്ന് പറയും. പണ്ട് അനുഭവിച്ചിരുന്നു ഇല്ലയെന്ന് ആരാ പറയുന്നത്? പണ്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഇന്നും നമ്മൾ ആരെങ്കിലും പിടിച്ചിട്ട് ഇതുപോലെ ICUയിലിടുന്ന അവസ്ഥയില്ല. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യുക. ഇപ്പം ഞാൻ തന്നെ വരുന്നത് ഒരു OBC റിസർവേഷനിൽ അല്ലെങ്കിൽ പെടുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. പക്ഷേ നമ്മളുടെ പാരൻസ് ഇതേപോലെ വലിയ ജോലിയിലൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് ക്രീമി ലെയർ ആണ് നമുക്ക് ബാധകം. അപ്പോൾ നമുക്കിതൊന്നും ഇതൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഇത് കോളേജിലെത്തുമ്പോഴാണ് ഇത് ചർച്ചയാവുന്നുള്ളൂ. പക്ഷേ ഞാൻ പഠിച്ചത് ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്കൂളിലാണ്. ആ സ്കൂളിൽ പഠിച്ച ആളുകൾ, അവിടെ മുസ്ലിം കുട്ടികളുണ്ട്, എല്ലാ ജാതി എല്ലാ തരം മതത്തിലും വെക്കപ്പെട്ടിട്ടുള്ള ആളുകൾ അവിടെ പഠിക്കുമ്പോൾ ഒരാൾക്കും അവിടെ ഈ പറയുന്ന റിസർവേഷൻ ഇല്ല. പക്ഷേ അവിടെ സാമ്പത്തികമായിട്ട് പഠിക്കാൻ കഴിയാത്ത ആളുകൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്നു, അവരവിടെ പഠിക്കുന്നു. അങ്ങനെ പഠിച്ചു കഴിഞ്ഞിട്ട് ചെല്ലുന്നിടത്ത് പിന്നെയാണ് ഈ റിസർവേഷൻ്റെ പേരിൽ അവിടെ ഈ ജാതി വിവേചനവും ജാതിയെക്കുറിച്ചുള്ള ചർച്ചയും വരുന്നത് പോലും. അപ്പോൾ നമ്മൾ പറയുന്നത്, നിങ്ങൾ പറയുന്നത് ഡൗൺ ട്രോഡൻ ആണ്, വലിയ പ്രശ്നങ്ങളുണ്ട്, പണ്ട് കാലത്ത് പലത് അനുഭവിച്ചിട്ടുണ്ട്, ഒക്കെ ശരിയാണ്, നമ്മൾ സമ്മതിക്കുന്നു. ഈ പറയുന്ന സംഗതികൾ, ഈ ഡിസ്ക്രിമിനേഷൻ നിങ്ങൾ അവസാനിപ്പിക്കണമെന്ന് നിങ്ങൾക്കൊരു ഗോൾ ഉണ്ടോ ഇല്ലേ? ഇതാണ് ഒന്നാമത്തെ ചോദ്യം നമ്മളുടെ. അങ്ങനെ ഒരു ഗോൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ജാതിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന റിസർവേഷൻ അത് വെച്ചുകൊണ്ട് അത് കൊടുത്തുകൊണ്ടിരിക്കുന്ന വേളയിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഡിസ്ക്രിമിനേഷൻ ഒഴിവാക്കാൻ കഴിയുക? കാരണം നിങ്ങൾ ഈ റിസർവേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജാതി പറഞ്ഞുകൊണ്ടേയിരിക്കണം, അതിനെക്കുറിച്ച് പല വേദിയിൽ എഴുതിക്കൊണ്ടേയിരിക്കണം, അത് മെൻഷൻ ചെയ്തുകൊണ്ടേയിരിക്കണം. അത് മെൻഷൻ ചെയ്യുകയും ഇപ്പുറത്ത് വന്നിട്ട് ജാതി വിവേചനം ഒഴിവാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കില്ല എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ അത് പരിഹരിക്കാൻ കഴിയില്ല. ഇത് ഞാൻ പറയുന്നതല്ല, ഇത് അംബേദ്കർ അടക്കമുള്ള ആളുകളുടെ കാഴ്ചപ്പാടും ഇതൊക്കെ തന്നെയായിരുന്നു. ഇനി ഒന്നാമത്തെ ഒരു കാര്യം അത്. രണ്ട്, ഈ ഒരു സാധനത്തെ നമ്മളെടുത്ത് വെക്കുമ്പോൾ ഇതിൽ ഏതൊക്കെ വിധേനയാണ് ഈ ജാതി ബോധം നിലനിൽക്കുന്നത്? ഇത് ജാതി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ പേപ്പറിൽ എഴുതി വെക്കുന്നൊരു സാധനമാണെന്നാണ് നിങ്ങളുടെ ധാരണ. ഇതൊരു ബോധമാണ്. ഈ ബോധം എവിടെയാണ്? ജാതി വിവേചനം, ജാതീയത എന്നൊക്കെ ഇത്ര നേരം ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വന്നത് മുഴുവൻ ബ്രാഹ്മണൻ എന്തോ ചെയ്യുന്നൊരു സാധനം എന്നത് മാത്രമായിരിക്കും നിങ്ങളുടെ ഉള്ളിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ എന്നോട് ക്ഷമിക്കുക. പക്ഷേ ഞാൻ പറയുന്നു, ഇതങ്ങനെ ഒരു ബ്രാഹ്മണൻ അതുപോലെ അതിന് താഴോട്ടുള്ള ആളുകളുടെ ഇടയിൽ മാത്രം നിൽക്കുന്ന ഒരു സാധനമല്ല. ബ്രാഹ്മണൻ വേഴ്സസ് മറ്റ് ജാതി, അതല്ല. അത് മാത്രമല്ല ഈ പറയുന്ന ജാതി വിവേചനം എന്ന് പറയുന്നത്. നിങ്ങൾ SC/ST അല്ലെങ്കിൽ ഈ പറയുന്ന ഷെഡ്യൂൾ കാസ്റ്റിലേക്ക് പോവുക, അല്ലെങ്കിൽ OBCയിലേക്ക് പോവുക. OBCകളിലുള്ള ജാതി അവർ തമ്മിൽ ഇതേപോലെ ഒരു ഉന്നത ജാതിയും താഴ്ന്ന ജാതിയുണ്ട്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ ആദിവാസി മേഖലയിലും അവിടെയുണ്ട് ഈ പറയുന്ന ജാതീയത. ആ ജാതീയത അവിടെയുണ്ട് ഒരു ബ്രാഹ്മണൻ, അവിടെയുണ്ട് ഒരു ശൂദ്രൻ. അപ്പോൾ SC/STയിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനകത്തുണ്ട്, ഷെഡ്യൂൾ കാസ്റ്റിനകത്തുണ്ട് ഒരു ബ്രാഹ്മണൻ, ആ ഷെഡ്യൂൾ കാസ്റ്റിനകത്തുണ്ട് ഒരു ശൂദ്രൻ. OBCയിലുണ്ടൊരു ബ്രാഹ്മണൻ, OBCയിലുണ്ടൊരു ശൂദ്രൻ. ഇതാണ് അവസ്ഥ. നമ്മൾ സാധാരണ ചിത്രങ്ങളൊക്കെ വെക്കാറുണ്ട്, ഈ കല്യാണ പരസ്യം ഇങ്ങനെ പറയും, ഈഴവ യുവാവ്
വിവാഹ ആലോചന ക്ഷണിക്കുന്നു, ഒന്നുകിൽ ഈഴവ തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ മുകളിലോട്ടുള്ളതായിരിക്കണം, അതിൻ്റെ താഴേക്കുള്ളത് വേണ്ട. ഇതാണ് അവിടെ SC ST ഒഴികെ എന്നാണ് പറയുക, OBC ഒഴികെ എന്നൊക്കെ പറയുന്ന പോലെ ഇതാണ് നമ്മളവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന വിവേചനം അത് എല്ലാ തട്ടിലുണ്ട്, അത് താഴ്ന്ന ജാതികളുണ്ട്. ഇതിൽ ഞാൻ ഏറ്റവും കൂടുതൽ പറയാം ശ്രീനാരായണ ഗുരു പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ഒന്ന്, ജാതി ചോദിക്കരുത്, പറയരുത്, മിണ്ടരുത് എന്ന് പറയുന്ന സാധനം ഒന്ന്. രണ്ട്, ഈ ജാതി ബോധം അത് നിലനിൽക്കുന്നതിൽ, ജാതീയത നിലനിൽക്കുന്നതിൽ പ്രധാന പങ്ക്, തുല്യ പങ്ക് അത് ഈ താഴ്ന്ന ജാതികൾക്കുണ്ട്. അവരുടെ ആ മൈൻഡ് സെറ്റും കൂടിയാണ് റിവേഴ്സ് ആയിട്ട് ഇതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക. ഒരു റിവേഴ്സ് കാസ്റ്റിസം അതും കൂടി അവിടെ വർക്കൗട്ട് ചെയ്യും. അപ്പോൾ ഇത് വൺ സൈഡ് അല്ല, അല്ലെങ്കിൽ വൺ വേ അല്ല, ഇത് 2 വേ നടക്കുന്ന സാധനമാണ്. ഇതാണ് ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വെക്കുന്നത് ജാതീയത അതിവിടെ ഉണ്ട്, ഒരു പ്രശ്നമാണ്, അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തണം, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ ചെയ്യാൻ വേണം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഇവിടെ ഇത് പറഞ്ഞിരിക്കുന്നത് ഈ RSS എന്ന് പറയുന്ന ഒരു സംഘടന, അതിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തിയും കൂടി ആകുമ്പോൾ ഇത് വലിയ റെലവൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ ഇത് പറയുമ്പോൾ നമ്മൾ മറ്റൊരു കാര്യം കൂടി ഓർക്കേണ്ടത്, ഇത്തരത്തിലുള്ള സംഗതികൾ, ഒരു പുരോഗമനം എന്ന് നമുക്ക് പറയാവുന്ന സംഗതികൾ, അത് ആര് പറഞ്ഞാലും എടുക്കണം. നമ്മൾ പറയാറുണ്ട്, ഗോവിന്ദച്ചാമി പറഞ്ഞാലും നമ്മളത് എടുക്കും, മുഹമ്മദ് നബി പറഞ്ഞാൽ പോലും നമ്മൾ എടുക്കുന്നുണ്ട്, അതാണ് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ ഇത് നമ്മളിവിടെ എടുക്കുന്നു. ഓക്കെ, എന്താ കാര്യം? ഇത് പറഞ്ഞത് വളരെ വാലിഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ഇത് നമ്മൾ എടുക്കേണ്ട ഒരു കാര്യമായത് എന്നതുകൊണ്ട് തന്നെ നമ്മളത് എടുക്കുന്നു. അതിൽ നിങ്ങൾക്ക് ഇനി ഒരു തർക്കവും ഉന്നയിക്കേണ്ട കാര്യമില്ല. ഇനി നമ്മളിവിടെ പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ഒരു ജാതീയത അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ റിസർവേഷനെ കുറിച്ച് മിണ്ടരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ കുറേ ബോക്കന്മാരും ഈ റിസർവേഷൻ പോരാളികളും വരാറുണ്ട്. എന്നെ വിളിക്കാറുള്ള ഒരു ആക്ടിവിസ്റ്റ് ഉണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അവരുമായിട്ട് ഞാൻ അധികം ഫോണിൽ എൻഗേജ് ചെയ്യാറില്ല. കാരണം എന്താണ്, ഇത് തോറ്റ് കഴിയുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഉത്തരം മുട്ടി കഴിയുമ്പോൾ നേരെ പോയി കേസ് കൊടുക്കണം. ഇതാണ് ഇവരുടെ പരിപാടി. കാരണം അവർക്ക് അവരുടെ വാദം അത് ജയിക്കാൻ കഴിയില്ല. നമ്മൾ കോയമാരെ നേരിടുന്ന മാതിരിയല്ല ഈ പറയുന്ന ഈ ആളുകൾ നേരിടുക എന്ന് പറയുന്നത്. കാരണം അവർക്ക് ഈ വാദത്തിൽ നിൽക്കാൻ കഴിയില്ല. അവരുടെ അടുത്ത് ഒരു ചോദ്യം ചോദിച്ച് അതിന് മറുചോദ്യം വന്ന് അപ്പോൾ അവിടെ പറയാം എന്നെ താഴ്ന്ന ജാതി എന്ന് വിളിച്ചു എന്നും പറഞ്ഞിട്ട് നേരെ കേസ് കൊടുക്കും. ഇതാണ് ഇവിടെ സംഭവിക്കുക. നമ്മൾ ഷാജൻസ്കാരിയുടെ വിഷയത്തിൽ നമ്മളിവിടെ കണ്ടിട്ടുള്ളതാണ്. അതൊക്കെ തന്നെയാണ് നമ്മുടെയും വിഷയം. കാരണം എന്താണ്, അവസാനം കോടതി എടുത്ത് ദൂരെ കളഞ്ഞു ആ പരാതി. കാരണം ഒന്ന് പറഞ്ഞ അടുത്തതിന് പൈസ ചോദിച്ചിട്ട് ഇത് കൊടുത്തില്ല, തിരിച്ചു ചോദിക്കുമ്പോൾ നീ എന്നെ ജാതി അധിക്ഷേപം നടത്തി എന്നും പറഞ്ഞിട്ട് കേസ് കൊടുക്കുന്ന വരെ പോലെ ഇവിടെ കാര്യങ്ങൾ വരും. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, ഒരു സ്ത്രീ പീഡന കേസിൽ അകത്താക്കുന്നു. ഈ വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു വഴിയായിട്ട് ഇതൊക്കെ മാറ്റുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം കൂടിയാണ്. 7 വർഷം കഴിഞ്ഞിട്ട് ആ മാഷിനെ വെറുതെ വിടുകയാണ്, മാപ്പ് പറയാണ്. അപ്പോൾ 7 വർഷം അവിടെ പോയി, ഇതാണ് നമ്മളെ ചോദ്യം. എന്ന് പറഞ്ഞ മാതിരി ഉത്തരം മുട്ടുമ്പോൾ എടുത്ത് ഉപയോഗിക്കുന്ന ഒരു കാർഡാണ് ഇതുപോലുള്ള വിക്ടിം കാർഡുകൾ എന്നുള്ളത്. നമ്മളുടെ ഒരു സുഹൃത്ത്, നമ്മളുടെ എന്താണ് ബിജു, അദ്ദേഹം വലിയൊരു സിനിമ സംവിധായകനൊക്കെയാണ്, ഡോക്ടർ ബിജു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ, ഏതോ ഒരു സിനിമ വന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ആൾ പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. പോസ്റ്റ് ഇടാൻ കാരണം ജയ് ഭീം എന്ന് പറഞ്ഞ നമ്മൾ സൂര്യയുടെ ഒരു സിനിമ വന്നപ്പോൾ ആ സിനിമ ആൾ അതിൻ്റെ പോസ്റ്റർ, അദ്ദേഹത്തിൻ്റെ പോസ്റ്ററും ഈ സിനിമയുടെ പോസ്റ്റർ ഇട്ടിട്ട് ആളൊരു സാധനം ഇട്ടിരിക്കുകയാണ്. ആൾ പറഞ്ഞിരിക്കണം എന്താണ്, ജയ് ഭീം എടുത്തപ്പോൾ അതിനെല്ലാവരും പിന്നാലെ ഉണ്ട്, അത് എല്ലാവരും കാണുന്നു, അത് വിജയിച്ചു. ഞാൻ ഇതേ സാധനം ഒരു സിനിമ എടുത്തപ്പോൾ ആരും കാണുന്നില്ല, അത് വിജയിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ജയ് ഭീം അവർ സിനിമ ഇറക്കിയിട്ട് അവർ വീട്ടിൽ പോയി ഇരിക്കുകയല്ലേ ചെയ്ത്, ആളുകൾ കാണുന്നിടത്ത് അത് കൊണ്ടുവന്ന് റിലീസ് ചെയ്തു. ഇതെന്തോ അവാർഡ് കിട്ടുന്ന സാധനമാണ് എന്ന് പറഞ്ഞ് നിങ്ങളിങ്ങനെ ഒതുക്കി പിടിച്ച് ഇങ്ങനെ കൊണ്ട് നടന്ന് കുട്ടികളൊക്കെ മിഠായി ഇങ്ങനെ പൊതിഞ്ഞുകൊണ്ട് നടക്കണ പോലെ നടന്നാൽ ആർക്കും സിനിമ കാണാൻ കഴിയില്ല. അപ്പോൾ നിങ്ങളിത് നാട്ടുകാർ കാണുന്നിടത്ത് എവിടെയെങ്കിലും റിലീസ് ചെയ്യും, എന്നാലല്ലേ കാണാൻ പറ്റുള്ളൂ. വെയിൽ മരങ്ങളോ അങ്ങനെ കണ്ടാണ് ആ സിനിമയുടെ പേര്. നല്ല സിനിമയാണ് കേട്ടോ, ഞാൻ പിന്നീട് കണ്ടു. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു, ഇത് പറഞ്ഞപ്പോൾ ആൾ വലിയ തർക്കമായപ്പോൾ ആൾ അവസാനം ഒരു കണയും പറയാനില്ല എന്ന് കണ്ടപ്പോൾ അവസാനം പറഞ്ഞു, അപ്പം നിങ്ങൾക്ക് എൻ്റെ ജാതിയാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ടായി അടുത്ത്. ഞാൻ പറഞ്ഞു, ആ കാർഡൊക്കെ കൈ വെക്കും. നിങ്ങൾ ഒരു സിനിമ ഇറക്കിയാൽ അത് മാർക്കറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയണം. ഒന്നുമില്ലെങ്കിൽ നമ്മൾ പൃഥ്വിരാജിനെങ്കിലും കണ്ടുപിടിക്കുന്നത് ഇന്ന് വേണമെങ്കിൽ പറയായിരുന്നു, അന്ന് പൃഥ്വിരാജ് അത് ഇറക്കിയിട്ടില്ലല്ലോ. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആൾ പറയുന്നത് ഉടനെ ജാതി, നീ എൻ്റെ ജാതിയാണ് നിങ്ങളുടെ പ്രശ്നം, അത് പള്ളി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് നിങ്ങളിത് പറയുന്നത് എനിക്കറിയാം, അപ്പോൾ അതുകൊണ്ട് തൽക്കാലം അതല്ല ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞ് നമ്മളവിടെ മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥ ഉണ്ടായി. പിന്നീട് ആ സിനിമ വന്നപ്പോൾ അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ആ സിനിമ ഞാൻ കണ്ടു, ആമസോണിൽ വന്നിട്ടുണ്ട്, ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല, അന്ന് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല സിനിമയാണ്, കണ്ടു എന്ന് പറഞ്ഞ് പോസ്റ്റ് വിട്ടു. അദ്ദേഹത്തെ പിന്നെ നമ്മൾ സുഹൃത്താണ്, ഇപ്പോഴും കാണാറൊക്കെ ഉണ്ട് ഇടയ്ക്ക്. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ വിഷയം ഇത് ഇവരുടെ പല രീതിയിൽ ഇത് ഉപയോഗിക്കുകയാണ്. അതിപ്പോൾ ഈ ഫെമിനിസ്റ്റുകൾ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാറുണ്ട്. ഇതുപോലെ കാക്കാമാർ ഉപയോഗിക്കുന്നത്, കാക്കാനായതുകൊണ്ടാണ്, വേട്ടയാടലാണ്, സംഖ്യയാണെന്നൊക്കെ പറഞ്ഞിട്ട് ചാപ്പയടിക്കാനുള്ള വഴികളായിട്ട് ഇതൊക്കെ മാറ്റുക എന്നതിനപ്പുറത്തേക്ക് ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ ഇവർ മുന്നോട്ട് വരില്ല. ആ ഘട്ടത്തിലാണ് ഇതുപോലുള്ള ആളുകൾ ഇത് പറയുമ്പോൾ ഇതിന് റെലവൻസ് കൂടുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഹിന്ദുമതം അതിൻ്റെ വിശ്വാസികളുടെ ഒരു മെജോറിറ്റിയാണ് ഇന്ത്യയിലുള്ളത് എന്ന് പറയുമ്പോൾ അവരുടെ ഏറ്റവും വലിയ പ്രശ്നം, നമ്മൾ ഇന്ത്യ ഇന്ന് പിന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ അടുത്ത ദിവസം നമ്മളൊരു വാർത്ത കണ്ടത്, അമേരിക്കയിൽ
നാസയുടെ അകത്താണെന്ന് തോന്നുന്നു, എവിടെയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, ഏതോ ഒരു US ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ആ ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് ഇതേപോലെ ജാതി അടിസ്ഥാനത്തിലുള്ള വേർതിരിവ് കാണിച്ചു, അതിൻ്റെ പേരിൽ ചില കുത്തിത്തിരിപ്പുണ്ടാക്കിയെന്നും പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥ, ഒരു ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള ഉദ്യോഗസ്ഥയെ അവിടുന്ന് പിരിച്ചുവിടുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത് എവിടെ നിന്നാണ് ഉണ്ടായത്? അത് ഇന്ത്യക്കാരിയാണ് ഉണ്ടാക്കിയത്. അവിടെ പോയിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുകയാണ്. അതേപോലെ ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് മുന്നേ ടെക്സാസിൽ ഈ കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ, ഇന്ത്യൻ ഒറിജിൻസിന് വേണ്ടിയിട്ട് കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ നിരോധിക്കുന്ന ഒരവസ്ഥ, ഇതാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ US പല സ്ഥലങ്ങളിലും അത് കാണുന്നു. അപ്പോൾ ഇത് ലോകം തന്നെ ഇത് തിരിച്ചറിഞ്ഞ് ഇതൊരു വലിയ പ്രശ്നമായിട്ട് ഒരു മെനസായിട്ട് തിരിച്ചറിഞ്ഞ ഒരു വിഷയമാണ് ഈ പറയുന്ന കാസ്റ്റീസ് എന്ന് പറയുന്നത്. ഇത് പല ലെവലിലുണ്ട്. അപ്പോൾ നമ്മളിതിനൊരു പല രീതിയിൽ ഇത് പറയാറുണ്ട് എന്നുണ്ടെങ്കിലും ഞാൻ പറയുന്നത് ഇത് പറയാതിരിക്കുക, ജാതി ഏത് എന്നുള്ളത് ചോദിക്കുകയും പറയുകയും ചെയ്യാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. നമ്മളുടെ ഒരു സുഹൃത്തായിട്ടുള്ള ഒരു പോസ്റ്റ് ഇട്ടത് നിങ്ങൾ കുറച്ച് നാൾ മുന്നേ ഓർക്കുന്നുണ്ടാവും. അദ്ദേഹം ട്രാവൽ ചെയ്യുന്ന സമയത്ത് ആരോ വന്നെന്തോ പൈസ എന്തോ ചോദിച്ചു, കടം ഇങ്ങനെ വഴി പോക്കാൻ ആളുടെ പേഴ്സ് എന്തോ അടിച്ചു പോയിരുന്നു, അങ്ങനെ എന്തോ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ ആൾക്ക് കുറച്ച് പൈസ വേണം, 100 രൂപ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ 100 രൂപ ഒക്കെ എടുത്ത് കൊടുക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അങ്ങനെയാണെന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും ഒരു സംഭാഷണം, ആ സംഭാഷണത്തിൻ്റെ ഇടയിൽ ആൾ അവസാനം പൈസയൊക്കെ കിട്ടി കഴിഞ്ഞപ്പോൾ ചോദിക്കുമ്പോൾ പേര് ചോദിച്ചപ്പോൾ പേര് സൂരജ് എന്ന് പറഞ്ഞു. അപ്പോൾ ആൾക്ക് സൂരജ്, ബാക്കി എന്താണ്, സൂരജ് നായരാണോ, സൂരജ് പട്ടേലാണോ, സൂരജ് ചതുർത്ഥിയാണോ, ഇത് ഏതാണെന്നും കൂടി അറിയണം. അപ്പോൾ ആൾ പിന്നെ സൂരജ് ബാക്കി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചിന്ത, അവരുടെ ബാക്കിയും കൂടി അറിഞ്ഞാലേ നമുക്ക് കാര്യം ശരിയാവുള്ളൂ എന്ന് പറയുന്ന ചിന്ത, ഇത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അന്നത് അദ്ദേഹം ഒരു പോസ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇത് അദ്ദേഹം ഒരു ഹിന്ദുമത ഒരു ഏത്തീസ്റ്റ് ആയിട്ടുള്ളൊരു ആൾ കൂടിയാണ്. പക്ഷേ ഈ ജാതീയത എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് ആൾ പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ചും നിങ്ങളതിൽ നിന്ന് പുറത്ത് കിടക്കണം. ഈ ഒരു ചിന്തയിൽ നിന്ന് പുറത്ത് കിടക്കാൻ നിങ്ങൾക്ക് സാധിക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയാം. അതിനിപ്പോൾ ഒരു മോഹൻ ഭഗവതിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ മോഹൻ ഭഗവതിനെ പോലെ ഒരാൾ അത് പറയുമ്പോഴെങ്കിലും നിങ്ങളത് തിരിച്ചറിയണം എന്ന് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത്. ഇനി ഇത് ഒരു വിഷയം. ഇനി ഇതിൻ്റെ കൂടെ ഇദ്ദേഹം ഇത് മാത്രമൊന്നുമല്ല പറഞ്ഞിട്ടുള്ളത്, പല മൊഴിമുത്തുകളും ഇദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് എന്നും കൂടി ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനത് എടുക്കുകയാണ്. ഇത് പറയുമ്പോൾ ഒരു കാര്യം, ഇത്തരം കാര്യങ്ങൾ ഇവിടെ പറയുന്ന സമയത്ത് നമ്മുടെ മാധ്യമങ്ങൾ എത്രത്തോളം ഇതിന് ഒരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ ആലോചിച്ച് പോകുന്നത്. ഇത് കൊടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇത് പറയാൻ പാടില്ലല്ലോ, മോഹൻ ഭഗവത് പറഞ്ഞപ്പോൾ എടുത്ത് പറയും എന്നുള്ള രീതിയിലേക്ക് വരികയാണ്. മോഹൻ ഭഗവത് എടുത്ത് പറഞ്ഞാൽ നമ്മൾ പറയും എന്ന് തന്നെയാണ് ഞാൻ പറയുക. കാരണം അത് പറയണം. കാരണം പ്രത്യേകിച്ച് ഇതൊരു വലിയ പ്രശ്നമായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ ഇത് പറഞ്ഞേ പറ്റുള്ളൂ. കാരണം പ്രത്യേകിച്ച് ഇതുപോലുള്ള വിഷയങ്ങൾ, ഇതിനകത്തൊരു നമ്മളെ ഗ്യാൻവാപ്പി മസ്ജിദിലുള്ള വിഷയം, അവിടെ പോയി അമ്പലം ഉണ്ടായിരുന്നു എന്ന് കാണിക്കാൻ അവിടെ ശിവലിംഗത്തിൻ്റെ പ്രശ്നം, നമ്മൾ നുപൂർ ശർമ്മ വിഷയമൊക്കെ വന്ന ആ സമയത്ത് ഇതേപോലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇദ്ദേഹം നടത്തണ്ടായി. മോഹൻ ഭഗവത് പറഞ്ഞത്, നോ നീഡ് ടു സെർച്ച് ഫോർ എ ശിവലിംഗ് ഇൻ എവറി മോസ്ക്. എല്ലാ പള്ളിയിലും കയറിയിട്ട് ഇങ്ങനെ ശിവലിംഗം തരേണ്ട പണി അത് വേണ്ട, അത് ചെയ്യരുത് എന്ന് പറഞ്ഞ ആളാണ് ഈ പറയുന്ന മോഹൻ ഭഗവത്. എത്ര പേര് ഇത് കേട്ടിട്ടുണ്ട്? ഇത് എത്രമാത്രം നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ഇത് 2022 വന്നതാണെന്നാണ് എനിക്കറിയാൻ കഴിയുന്നത്. ഇതിൽ അദ്ദേഹം പറയുന്നത്, ഭഗവത് സെഡ് ദാറ്റ് RSS ഹാഡ് ടേക്കൺ പാർട്ട് ഇൻ ദ അയോധ്യ ടെമ്പിൾ ക്യാമ്പയിൻ. അയോധ്യ ആ ക്ഷേത്രത്തിൻ്റെ ഇഷ്യൂവിൽ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട് ഡ്യൂ ടു certain very important reasons. വളരെ പ്രധാനപ്പെട്ട അവരുടേതായിട്ടുള്ള കാരണങ്ങൾ, അതെന്തോ ആവട്ടെ. ഇറ്റ് വാസ് ഓൾസോ മെയ്ഡ് ക്ലിയർ ദാറ്റ് ദ ഓർഗനൈസേഷൻ വുഡ് നോട്ട് ബി പാർട്ട് ഓഫ് എനി മോർ ന്യൂ മൂവ്മെൻറ്റ്സ്. അയോധ്യയോടുകൂടി അത് തീരുന്നു. ഇനി അതിനുശേഷം മറ്റൊരു ഇതേപോലെ ഒരു പ്രശ്നമായിട്ട് വരാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല ഓർഗനൈസേഷൻ എന്നാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. ദർ ഇസ് നോ നീഡ് ടു റേസ് ഫ്രഷ് ഡിസ്പ്യൂട്ട്സ് എവറി ഡേ. എല്ലാ ദിവസവും നേരം വിളിക്കും ഇതേമാതിരി ഓരോ അമ്പലം, ഓരോ പള്ളി എന്ന് പറഞ്ഞ് ശിവലിംഗം പൊക്കി പിടിച്ചിട്ട് വരുന്ന പരിപാടി അതിൻ്റെ ആവശ്യമില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇനി അടുത്തത്, മെൻഷനിങ് ദ ഗ്യാൻവാപ്പി മോസ്ക് ഇഷ്യൂ, ഭഗവത് സെഡ് സർട്ടൻ ഇൻസിഡൻറ്റ്സ് ഹാവ് ടേക്കൻ പ്ലേസ് ഇൻ ഹിസ്റ്ററിയിൽ അങ്ങനെ പലതും ഉണ്ടായിട്ടുണ്ട്. ദീസ് ഇൻസിഡൻറ്റ്സ് കനോട്ട് ബി ചേഞ്ച്ഡ് ബൈ ഐദർ ഹിന്ദുസ് ഓർ മുസ്ലിംസ് ഓഫ് ദ കൺട്രി. അത് വളരെ അർത്ഥവത്തായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഇത് ഹിന്ദുക്കളും മനസ്സിലാക്കണം, മുസ്ലിങ്ങളും മനസ്സിലാക്കണം. എന്താണ്, ഹിസ്റ്ററിയിൽ പലതും നടന്നിട്ടുണ്ട്. പല അമ്പലങ്ങളും പൊളിച്ചിട്ടുണ്ടാവും, പല പള്ളികളും പണിതിട്ടുണ്ടാവും. പക്ഷേ ഇതൊന്നും നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല. ഇന്ന് ജീവിക്കുന്ന ഒരു ഹിന്ദുവിനോ ഇന്ന് ജീവിക്കുന്ന ഒരു മുസ്ലിമിനോ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് ആൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ദ ഇൻവേർഡേഴ്സ് ടുക്ക് ടു ബ്രേക്കിംഗ് ഡൗൺ ടെമ്പിൾസ് ടു ക്രഷ് ദ മൊറേൽ ഓഫ് ദ ഹിന്ദുസ് ആൻഡ് ഓൾസോ ക്രിയേറ്റ് ആൻ ഇംപ്രഷൻ എമംഗ് ദ ന്യൂലി കൺവേർട്ടഡ് മുസ്ലിംസ്. ഇത് നടന്നിട്ടുള്ള കാര്യമാണ്. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമമുണ്ടാവും. ചിലപ്പോൾ ഔറംഗസീബിനെ കുറിച്ചൊക്കെ പറയും, അയ്യോ എൻ്റെ ഔറംഗസീബ് എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മുഗളന്മാരെക്കുറിച്ച് നിങ്ങൾക്ക് വല്ലാതെ വിഷമമൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾ ബാക്കി ഒരാളുടെയും പുസ്തകമൊന്നും നിങ്ങൾ വായിക്കേണ്ട. പാകിസ്ഥാൻ ഓർ ദ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അംബേദ്കറിൻ്റെ പുസ്തകം അത് നിങ്ങൾ വായിക്കുക. അതിനകത്ത് പല ഇൻസ്റ്റൻസസും അതിനകത്ത് വിവരിക്കുന്നുണ്ട്. നമ്മൾ ഇന്ത്യയെ കോൺക്വസ്റ്റ് നടത്താൻ വേണ്ടി വന്നിട്ടുള്ള
പല ആളുകളും ഈ മുഗളന്മാരായാലും അതിന് മുന്നേ വന്നിട്ടുള്ള ആളുകളായാലും ആര് തന്നെയായാലും അവരുടെയൊക്കെ ഒരു പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് ഇവിടെ കുറേ കാഫിറുകളുണ്ട്, ഇൻഫിഡൽസ് ഉണ്ട്, അവരെ പിടിക്കണം, അവരെ മതം അവരെ മാറ്റണം എന്ന് തന്നെ ഉദ്ദേശം പച്ചയ്ക്ക് പറഞ്ഞ് അത് എഴുതി വെച്ചിട്ടുള്ളത് നമുക്കവിടെ കാണാൻ കഴിയും. ഇത് തന്നെയായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. നമ്മൾ ആ ഒരു ട്രൂത്ത് അത് അംഗീകരിക്കാതെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കില്ല. അതെന്തിനാ അംഗീകരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ തുടർന്നുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഇത് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് അത് അവിടെ അവസാനിപ്പിക്കാൻ ഇരുകൂട്ടർക്കും സാധിക്കണം. അവിടെയാണ് നമ്മൾ ഈ ട്രൂത്ത് ആൻഡ് റെക്കൺസീലിയേഷൻ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ പോകുമ്പോൾ അതിന് ഇത് സഹായകമാവുമെന്ന് പറയുന്നത്. അപ്പോൾ ഇരുകൂട്ടരുടെയും ബാധ്യതയാണ്. ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ഇതിൽ ഈ പറയുന്ന സാധനം അതിൻ്റെ ഒരു ഭാഗമാണ്. ഈ പറയുന്ന ട്രൂത്ത് ആൻഡ് റെക്കൺസീലിയേഷൻ എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പണ്ട് പലതും സംഭവിച്ചിട്ടുണ്ട്, സംഭവിച്ചതെല്ലാം സംഭവിച്ചു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ നമുക്ക് പറ്റണം എന്ന് നമ്മൾ പറയുന്നത് അവിടെയാണ്. അപ്പോൾ ഇത് മോഹൻ ഭഗവത് പറഞ്ഞാൽ നമ്മളെടുക്കും എന്ന് തന്നെയാണ് അവിടെ പറയുന്നത്. ഇനി അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത്, Bhagwat said that Gyanvapi mosque issue can also be resolved by talks between the two communities. രണ്ട് കൂട്ടരെയും ഒരുമിച്ചിരുത്തിക്കൊണ്ട് സംസാരിച്ച് തീർക്കാൻ. പക്ഷേ അത് കോർട്ടിലേക്ക് പോയാൽ ഇഫ് ഇറ്റ് ഗോസ് ടു ദ കോർട്ട് ദ ഡിസിഷൻ ഷുഡ് ബി അക്സെപ്റ്റബിൾ ടു ബോത്ത് സൈഡ്സ്. അത് ഇരു കൂട്ടർക്കും അത് അംഗീകരിക്കാൻ പറ്റുന്ന തരത്തിലുള്ളതായിരിക്കണം എന്നും കൂടി അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി അതുകൂടാതെ ദ RSS ചീഫ് സെഡ് ബോത്ത് ദ കമ്മ്യൂണിറ്റീസ് ഓൾസോ നീഡ് ടു കീപ് റെസ്ട്രെയിൻഡ് ആൻഡ് നോട്ട് പ്രൊവോക്ക് ഈച്ച് അതർ. ഹി സെഡ് ദാറ്റ് ഹിന്ദുസ് ഹാവ് ഓൾവേസ് ഷോൺ റെസ്ട്രെയിൻഡ്. ഞാൻ 100% അംഗീകരിക്കുന്ന ഒരു കാര്യമായിട്ട് പറയുന്ന ഒരു കാര്യമാണത്. ഹിന്ദുക്കൾ ഇവിടെ ഭൂരിപക്ഷം ഉണ്ടായിട്ടും ഇന്നിവിടെ മുസ്ലിങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? അവർ അക്രമകാരികളല്ല ബൈ നേച്ചർ എന്നത് തന്നെയാണ്. അത് അവരുടെ വിശ്വാസത്തിൻ്റെ ആണെന്നൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല. പക്ഷേ ബൈ കൾച്ചർ, ബൈ നേച്ചർ അങ്ങനെ ഒരു അക്രമ സ്വഭാവം അവർക്കില്ല. ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമ്മളിതൊക്കെ ഇവിടെ നേരത്തെ കണ്ടിട്ടുണ്ടാവും. അത് ഇനിയിപ്പോൾ ഇന്ത്യയിൽ മാത്രമാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. പല രാജ്യങ്ങളും ഉണ്ടല്ലോ ഹിന്ദുക്കൾ മാത്രമായിട്ടുള്ളത്. ഇപ്പോൾ നേപ്പാൾ നമ്മൾ പറയുന്ന ഒരു രാജ്യമാണ്, അവിടെ മെജോറിറ്റിയും ഹിന്ദുക്കളാണ്. മറ്റൊരു രാജ്യം മൗറീഷ്യസ്, ഏതാണ്ട് 60% ഹിന്ദുക്കളുള്ളൊരു രാജ്യമാണ്, ചെറിയ രാജ്യമാണ്. പക്ഷേ നമ്മൾ ഇപ്പോഴായിരിക്കും ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും മൗറീഷ്യസിൽ ഹിന്ദുക്കളാണല്ലേ എന്ന് ഇപ്പോഴായിരിക്കും നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവുക. നമ്മൾ കേൾക്കില്ല. പക്ഷേ ഏതെങ്കിലും ഒരു ഇസ്ലാമിക രാജ്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കാത്തതുണ്ട്. മൗറിറ്റാനിയ എന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ ചിലപ്പോൾ കേൾക്കും. കാരണം അത്രമാത്രം, ബുർക്കിനോ ഫാസോ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ കേൾക്കും. അത്രമാത്രം അക്രമവും അതുപോലെയുള്ള വിഷയങ്ങൾ ഇന്ന് അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളായിട്ട് ഈ മതത്തിൻ്റെ വിഷയം വരുമ്പോൾ അവിടെയാണ് ഹിന്ദുസ് ഹാവ് ഓൾവേസ് ഷോൺ റെസ്ട്രെയിൻഡ് എന്ന് പറയുന്ന ആ വാചകത്തിന് റെലവൻസ് വരും. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാകും. അത് ഞാൻ കാര്യമാക്കുന്നില്ല, കാരണം നമുക്കിത് പറയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇത് പറയുമ്പോൾ ഞാൻ ഒരാളെയും കൂടി കോട്ട് ചെയ്യും. അത് നമ്മളുടെ KK മുഹമ്മദ് ഈ അയോധ്യ വിഷയത്തിൽ അവിടെ കുഴിച്ചെടുക്കാൻ വേണ്ടി ആ ഒരു ആർക്കിയോളജിക്കൽ സർവേ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന വ്യക്തി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഇന്ത്യ ഇന്നൊരു ഡെമോക്രാറ്റിക് സെക്യുലർ രാജ്യമായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം ഇവിടുത്തെ മെജോറിറ്റി ഹിന്ദുസ് അവരുടെ ഒരു രീതി തന്നെയാണ്. അതിൽ അവരുടെ ആ കാഴ്ചപ്പാടുകളിലുള്ളൊരു വ്യത്യാസം അത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. ഇതാണ് നമുക്കിവിടെ പറയേണ്ടതായിട്ട് വരിക. ഇത് പറയുമ്പോൾ നമ്മൾ ചോദിക്കും, മറുചോദ്യം നമ്മൾ ചോദിക്കും, ഏതെങ്കിലും ഒരു ഇസ്ലാമിക് രാജ്യം ഇതേപോലെ ഒരു ഹൈബ്രിഡ് ഒന്നല്ല, ട്രൂ ഡെമോക്രസി, ട്രൂ സെക്യുലറിസം എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമെന്ന് നമ്മൾ ചോദിക്കാം. നിങ്ങൾ UAEയും കുവൈത്തും അതുപോലെ ഖത്തറൊന്നും എടുത്തുകൊണ്ട് വരണ്ട. അവിടുത്തെ കഥയൊക്കെ എന്താണെന്ന് നമുക്കറിയാം. സൗദി അറേബ്യയും ഇനിയിപ്പോൾ ഒരു 10 വർഷം കഴിയുമ്പോൾ ഇതൊക്കെ മാറും. കാരണം എന്താണ്, അവരും അവരുടെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് അവർ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏതായാലും നിങ്ങൾക്ക് അതൊന്നും എടുത്തുകൊണ്ട് വരാൻ കഴിയില്ല എന്നുള്ളതാണ് പറയുന്നത്. മതനിന്ദ പോലും ഇന്ത്യയിൽ സാധ്യമാണ്. ഹിന്ദു മതത്തെ പോലും നിങ്ങൾക്ക് ഇവിടെ നിന്ദിക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും അറബ് രാഷ്ട്രത്തിൽ പോയിട്ട് മുഹമ്മദ് നബീനെ ഒന്ന് തെറി പറഞ്ഞ് കാണിക്കാൻ പറ്റുമോ? കാണിക്കാൻ പറ്റില്ല. ഇവിടെ മനുസ്മൃതി കത്തിച്ച നാട്ടിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇവിടെ പോലും നിങ്ങൾക്ക് ഖുർആൻ കത്തിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ നിങ്ങൾക്ക് സൗദി അറേബ്യയിൽ പോയിട്ട് ഖുർആൻ കത്തിക്കുന്ന പോയിട്ട് അത് സ്വപ്നത്തിൽ പോലും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആളുകൾ ഈ ഖുർആനൊക്കെ എടുത്ത് കുപ്പത്തൊട്ടിയിലാണ് എറിയുന്നത്. അവിടുത്തെ ഓട ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഓട ബ്ലോക്കായി. അപ്പോൾ കോൾ വരികയാണ് മുനിസിപ്പാലിറ്റികൾ, ഹലോ ഞങ്ങളുടെ ഓട ബ്ലോക്കായി, വെള്ളം മുഴുവൻ പുറത്തേക്ക് വരുന്നു, എന്ത് ചെയ്യും എന്ന് പറഞ്ഞു വന്നപ്പോൾ അവർ വന്നിട്ട് തോണ്ടിയെടുത്ത് നോക്കുമ്പോൾ കെട്ടുകണക്കിന് ഖുർആനാണ്. അത് വെറും റോഡിൽ മാത്രമല്ല, ഏതൊരു പ്രിസണിൽ നിന്ന് വരെ ഇതുപോലെ പിടിച്ചെടുത്തതിൻ്റെ കണക്കൊക്കെ നമുക്കിവിടെ കാണാം. അതിൻ്റെ ചിത്രങ്ങൾ, വാർത്തകളൊക്കെ ഇവിടെ വന്നിട്ടുള്ളതാണ്, ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചില ആളുകൾ വന്നിട്ട് പറഞ്ഞ കാക്കാമാർ സൗദിയിൽ അതിന് ഓടയില്ലല്ലോ എന്നാണ് പറഞ്ഞത്. തൽക്കാലം മദ്രസ ജീവികൾ അങ്ങോട്ട് മാറി നിൽക്കുക. ഓടയില്ലാത്ത സൗദി, അത് നിങ്ങൾ അവിടെ പണിത് ഉണ്ടാക്കിയാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതാണ് അവിടെ കണ്ടത്. ഇനി ഈ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞപ്പോൾ നമുക്കൊരു വലിയ പ്രശ്നം ഉണ്ടാവും, ഞാനൊരു സംഖ്യയാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു സഹസംഖ്യയെ ഞാനിവിടെ കൂടെ കൂട്ടിയിട്ടുണ്ട്. അത് ഇതാണ്: ഇറ്റ് വാസ് നോട്ട് നെഹ്റുവിയൻ സെക്യുലറിസ്റ്റ് ബട്ട് രാഷ്ട്രീയ സ്വയം സേവക് സംഘ് ചീഫ് മോഹൻ ഭഗവത് who declared that one cannot go looking for a shivling under every mosque.
ആൻഡ് യെറ്റ് ദർ ഹാസ് ബീൻ എ സ്പേറ്റ് ഓഫ് ലിറ്റിഗേഷൻ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു വാർത്തയിലൊരു ശകലം ഇതാണ് അവിടെ. അതായത് ഇത് നെഹ്റുവിയൻ സെക്യുലറിസ്റ്റ് എന്നല്ല ഈ പറഞ്ഞു വെച്ചിരിക്കുന്നത്. RSSൻ്റെ നേതാവാണ് പറഞ്ഞത്. എന്ത് മോഹൻ ഭഗവത് എന്ത് പറഞ്ഞു? അമ്പലത്തിൽ പോയിട്ട് ശിവലിംഗം ഒന്നും തരയരുത്. ഇത് പറഞ്ഞത് ആരാണ്? പറഞ്ഞത് നമ്മളുടെ ബർഖാദത്താണ്. അപ്പോൾ ബർഖാദത്തിന് ഇത് പറയാമെങ്കിൽ എനിക്കും പറയാം. എന്താണ് കാരണം? ഈ ബർഖാദത്ത് ഒരു കാലത്ത് വലിയ ഈ പറയുന്ന സാധനത്തിൻ്റെയൊക്കെ എതിരാളിയായിട്ട് നിന്ന് ഫൈറ്റ് ചെയ്തിരുന്നതാണ്. ഇന്നിപ്പോൾ ഇവർ എഴുതുന്നതും വായിക്കുന്നതൊക്കെ നിങ്ങളൊന്ന് കണ്ടു കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമ്മൾ പറയുന്നതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന രീതിയിൽ നമുക്ക് കാണാൻ കഴിയും. ഏതാണ്ട് ഇപ്പോൾ ഹോമിയോപ്പതി, ആയുർവേദം പോലെയുള്ള സാധനങ്ങൾ വിമർശിക്കുന്നതിന് പോലും ഞങ്ങളൊരു ചെറിയൊരു ഇൻ്റർവ്യൂ നമ്മൾ മുന്നേ നടത്തിയത് ഓർക്കുന്നുണ്ടാവും, ഡോക്ടർ ആബിയുമായിട്ട് ചേർന്നിട്ട്. അങ്ങനെ ഒരു രീതിയിലേക്ക് വരെ വരികയാണ്. എന്ന് വെച്ചാൽ കുറേയും കൂടി സയൻറ്റിഫിക് ടെമ്പർ, കുറേയും കൂടിയും ഒരു ട്രൂത്തിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ, കുറേയും കൂടിയും ഇതുപോലെ പറയേണ്ട കാര്യങ്ങൾ പറയുക എന്നുള്ള രീതിയിലേക്കൊക്കെ മാറുന്നൊരവസ്ഥ കാണുമ്പോൾ ഇതൊരു നല്ല സിഗ്നേച്ചർ ആയിട്ട് നമ്മൾ കാണുകയാണ്. ഒരു മാറ്റത്തിൻ്റെ ഒരു സൈനായിട്ട് നമ്മൾ കാണുകയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞത്, അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് നെഹ്റുവിയൻ സെക്യുലറിസ്റ്റ് ഒന്നല്ല പറഞ്ഞത്, ഇത് പറഞ്ഞത് RSSൻ്റെ നേതാവാണ്. അപ്പോൾ RSSൻ്റെ നേതാവ് അത് പറയാൻ സാധ്യതയില്ല, പക്ഷെ പറഞ്ഞു എന്നുള്ളിടത്താണ് അതിൻ്റെ ആ പ്രത്യേകത എന്നുള്ളത് നിങ്ങൾ ഓർക്കുക. അതുകൊണ്ട് തന്നെയാണ് ഞാനും ഇതെടുത്ത് പറയുന്നത്. ഇനി ഇപ്പോൾ അടുത്തത് മറ്റൊരു വിവരം. ഇത് 2018 പറഞ്ഞാണ്. പാർട്സ് ഓഫ് ഗോൾ വാൾക്കേഴ്സ് ബഞ്ച് ഓഫ് തോട്ട്സ് നോ മോർ വാലിഡ്. RSS ചീഫ് പറഞ്ഞ കാര്യമാണ്. അതായത് ബഞ്ച് ഓഫ് തോട്ട്, വിചാരധാരയിലുള്ള ചില സാധനങ്ങളൊന്നും ഇനിയിപ്പോൾ ആരും എടുക്കാനൊന്നും പോകുന്നില്ല, അതൊക്കെ ഞങ്ങൾ പണ്ടേ തള്ളി എന്ന് പറയുന്ന ഒരു സാധനം. സത്യത്തിൽ ഈ 2018 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ മതമൊക്കെ വിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു വോക്കായി മാറി ഇങ്ങനെ പതിയെ ഇതിലേക്ക് പിച്ച വെച്ച് നടക്കുന്നൊരു സമയമാണ്. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മളും പറഞ്ഞിരുന്നത് ഈ എന്താണ് RSSും SDPIയും RSSും ISISും ഒക്കെ ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണെന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ നടന്നിരുന്നത്. അപ്പോൾ ഇവർ കാഫിറിനെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലാൻ ഇവർ പറയുന്നു, ഇപ്പുറത്ത് ഇവർ പറയുന്നു ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകാരൊക്കെ എന്താണ് ഇൻറ്റേർണൽ എനിമീസ് ആണെന്ന് വരും, അവരെയൊക്കെ തുരത്തണമെന്ന് പറയുന്ന RSS. അപ്പോൾ ഇതൊക്കെ ഒരേ സാധനമാണ് എന്ന് നമ്മളിങ്ങനെ പറഞ്ഞിങ്ങനെ തള്ളിമറിച്ച് ഇങ്ങനെ വരുമ്പോഴാണ് ഒരു ഘട്ടത്തിൽ ചില RSSകാരൊക്കെ എന്നെ വന്ന് തിരുത്താൻ തുടങ്ങി. അങ്ങനെയൊന്നുമില്ല, അതൊക്കെ നമ്മൾ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. തള്ളിക്കളി അതെങ്ങനെ ശരിയാവും? അങ്ങനെ തള്ളാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഞങ്ങൾ തള്ളും, നിങ്ങളുടെ ഖുറാൻ മാതിരിയൊന്നും അല്ലല്ലോ നിങ്ങളുടെ ഖുറാനിലൊരു സാധനം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതല്ലേ കാലാകളി, ഞങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, ഇതിപ്പോൾ ഇന്നത്തെ കാലത്തേക്ക് എടുക്കാൻ പറ്റില്ല എന്ന് അതെടുത്ത് നമ്മൾ അങ്ങോട്ട് ദൂരക്കളി, ഞങ്ങൾ തള്ളിയിരിക്കുന്നു എന്ന് പറയുന്നത്. ഇവിടെ മോഹൻ ഭഗവത് RSSൻ്റെ മുതലാളി ഒന്ന് പറയാണ് അതൊന്നും ഇനി വലിയ വാലിഡ് ഒന്നും അല്ല എന്ന് പറയുന്നത്. അപ്പോൾ ഹി വാസ് റിപ്ലൈങ് ടു എ ക്വസ്റ്റ്യൻ, ഇതേപോലെ ഏതൊരു വേദിയിൽ വെച്ച് ചോദിക്കുകയാണ്. അപ്പോൾ അതിനുള്ളൊരു ഉത്തരമായിട്ട് പറയുകയാണ്, പുട്ട് to him at the open interaction about the conflict between his statement that Sangh does not see Muslims as unwanted. മുസ്ലിങ്ങൾ അനാവശ്യമാണ് അല്ലെങ്കിൽ അവരൊന്നും ഇവിടെ വേണ്ട എന്നൊരു വാദം സംഘപരിവാറിന് ഇല്ല എന്നാൾ പറഞ്ഞപ്പോൾ അങ്ങനെയല്ലല്ലോ നിങ്ങളുടെ പുസ്തകത്തിലുള്ളത്, അത് നിങ്ങൾ വിചാരധാരയിൽ ഇങ്ങനെ എഴുതിയിട്ടില്ല എന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റാണ് ഗോൾ വാൾക്കേഴ്സ് വ്യൂ. എന്താ പറഞ്ഞത്? ബഞ്ച് ഓഫ് തോട്ട്സ് കാറ്റഗറൈസിങ് ദ കമ്മ്യൂണിറ്റി അലോങ് വിത്ത് ക്രിസ്ത്യൻസ് ആൻഡ് കമ്മ്യൂണിസ്റ്റ് ആസ് ഇൻറ്റേർണൽ എനിമീസ്, ആഭ്യന്തര ശത്രുക്കൾ എന്ന് ക്ലാസിഫൈ ചെയ്തത് അത് നിങ്ങളുടെ പുസ്തകത്തിലുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അത് വെച്ചൊരു ചോദ്യമായി വന്നപ്പോൾ ആൾ പറഞ്ഞത് ഇതാണ്, ബഞ്ച് ഓഫ് തോട്ട്സ് അതിൻ്റെ അർത്ഥം ഞാൻ വായിക്കാം. ബഞ്ച് ഓഫ് തോട്ട്സ് ഈസ് എ കളക്ഷൻ ഓഫ് സ്പീച്ചസ് വിച്ച് were made in a particular context and cannot remain eternally valid. Sangh is not a dogmatic organization. അതിനകത്തൊരു സാധനമുണ്ട്, അത് അന്നത്തെ കോണ്ടെക്സ്റ്റിലുള്ള നിങ്ങൾ പറയാറുണ്ട് ഇത് യുദ്ധ സന്ദർഭത്തിലാണ് എന്ന് പറഞ്ഞ മാതിരി അത് മറ്റൊരു യുദ്ധ സന്ദർഭത്തിൽ ഇറങ്ങിയ സാധനമായതുകൊണ്ടും അത് ആ യുദ്ധ സന്ദർഭം കഴിഞ്ഞാൽ പിന്നെ അതിന് വാലിഡിറ്റി ഇല്ലാത്തത് കൊണ്ടും ഇന്ന് നമ്മളത് എടുക്കില്ല എന്ന് ഇതിൻ്റെ മുതലാളി തന്നെ പറഞ്ഞു വെക്കുകയാണ്. ഇതാണ് നമ്മൾ കാണുന്നത്. ഇത് ഇങ്ങനെ കണ്ടു കഴിയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പിന്നെ ഇത് പറയാറില്ല. ഞാൻ പച്ചയ്ക്ക് പറയാണ്, ഇത് ഞാനിവിടെ പറയാറില്ല. ഇങ്ങനെ ഒരു സാധനം ഇന്നും സംഘപരിവാറിനുണ്ട് എന്ന് ഞാനിപ്പോൾ പറയാറില്ല, പറയേണ്ട ആവശ്യമില്ല. കാരണം അവരുടെ ഒഫീഷ്യലായിട്ടുള്ള ബോഡീസ് ഇത് തള്ളുന്നു, അത് പലതവണ ആവർത്തിക്കുന്നു. ഇത് നമ്മൾ കാണുമ്പോൾ ഇത് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഒന്നാമത്തെ കാര്യം അതാണ്. പക്ഷേ ഇതിപ്പോഴും ഉണ്ട് എന്ന് പറയുന്ന ആളുകളുണ്ട്. അവരെന്താ പറയുന്നത്? അങ്ങനെ തള്ളിയാലും അത് പോകില്ലല്ലോ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോടുള്ള ചോദ്യം, അപ്പോൾ നിങ്ങളുടെ ഖുറാനിലുണ്ടല്ലോ ചില സാധനങ്ങൾ, അത് നിങ്ങൾ തള്ളുമോ അതോ അതിപ്പോഴും ഉണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത്? അത് നിങ്ങൾ സമ്മതിക്കണം. എന്താണ് അതിൻ്റെ ഉത്തരം നിങ്ങളൊന്ന് പറയണം. അതാണ് നമ്മൾ ചോദിക്കുന്നത്. അത് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇദ്ദേഹം പറഞ്ഞത്, എനിവൺ ഹു സേസ് മുസ്ലിംസ് ഷുഡ് നോട്ട് ലിവ് ഇൻ ഇന്ത്യ ഇസ് നോട്ട് ഹിന്ദു. മുസ്ലിങ്ങൾ ഇന്ത്യയിൽ ജീവിക്കരുത് എന്ന് ഏതെങ്കിലും ഹിന്ദു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനൊരു ഹിന്ദു അല്ല എന്ന് പറഞ്ഞിട്ടൊരു ഫത്വയും കൂടിയും ഇറക്കിയിരിക്കുകയാണ് നമ്മുടെ മോഹൻ ഭഗവത് ആൾ കില്ലാടിയാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഏതായാലും ഇദ്ദേഹത്തെ നേരിട്ടൊന്ന് പോയി കാണാനുള്ള പരിപാടി നമ്മൾ ആലോചിക്കുന്നുണ്ട്. പിന്നെ
ഞാൻ ഈ സാധനങ്ങൾ ഇതിപ്പോൾ നമ്മൾ വാർത്തയിലൂടെ വായിക്കുന്നത് മാത്രമല്ല, ഇതുപോലെ ഈ RSSൻ്റെതായിട്ടുള്ള ആളുകളെ നേരിട്ട് കാണാൻ ഉണ്ടാകുന്ന അവസരങ്ങളൊക്കെ ഞാൻ ഉപയോഗിക്കാറുണ്ട്. അവിടെ പോയി കണ്ട് അവരോട് നമ്മൾ ഈ എന്താ പറയുക കോയ കോളിംഗ് മാതിരി തന്നെ സംസാരിക്കുന്ന രീതിയിൽ അവരോട് നേരിട്ട് നമ്മൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ അവരെല്ലാത്തിനും ഉത്തരം പറയും, അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിക്കാറുണ്ട്, അതുപോലുള്ള കാര്യങ്ങൾ വരാറുണ്ട്. എല്ലാം ഒന്നും നമുക്ക് പബ്ലിഷ് ചെയ്യാൻ കഴിയില്ല, അതാണ് അതിൻ്റെ ഒരു കുഴപ്പം. പക്ഷേ പലപ്പോഴും ഇത് നമ്മൾ സംസാരിച്ചപ്പോൾ ഇത് വളരെയധികം ക്ലാരിറ്റി നമുക്ക് ഉണ്ടായിട്ടുള്ളൊരു വിഷയം ആയതുകൊണ്ടും കൂടിയാണ് നമ്മൾ ഇതിനകത്ത് ഇതുപോലെ പറയുന്നത്. ഞാനിത് ഈ ഒരു പല മീറ്റിങ്ങുകൾ നടത്തിയതിന് ശേഷമാണ് സത്യത്തിൽ ഞാൻ ഈ അടുത്തൊരു കാര്യം പറഞ്ഞിരുന്നു. അതായത് ഇന്ത്യയിൽ ഈ എക്സ് മുസ്ലിം എന്ന് പറയുന്ന ഒരു ടാഗ് ലൈൻ ഉണ്ടാക്കുന്ന ഒരു കുഴപ്പമുണ്ട്. ആ കുഴപ്പത്തെക്കുറിച്ച് മുന്നേ നമ്മൾ പറഞ്ഞാണ്. അതായത് ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ അത് എത്രമാത്രം റെലവൻ്റ് ആണ് എന്നത് ചോദിക്കുമ്പോൾ അവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറയും ബോധമുള്ള മുസ്ലിം അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ മുസ്ലിം അല്ലെങ്കിൽ ഒരു പാട്രിയോട്ടിക് ആയിട്ടുള്ളൊരു മുസ്ലിം ആവുക എന്ന് പറയുന്നത് അതാണ് ഇന്ത്യയിൽ കൂടുതൽ ഒരു റെലവൻ്റ് ആവുന്ന ഒരു കാര്യം. കാരണം ഇവിടുത്തെ പ്രശ്നം ഇസ്ലാമുമായിട്ടുള്ള പ്രശ്നമല്ല യഥാർത്ഥത്തിൽ മുസ്ലിമിൻ്റെ ആദ്യത്തെ പ്രശ്നമായിട്ട് മാറുന്നത്. ആദ്യത്തെ പ്രശ്നം ഇവിടുത്തെ എക്സിസ്റ്റൻസിൻ്റെ ഒരു പ്രശ്നമാണ്. ആ പ്രശ്നം എന്താണ്? ഇവിടുത്തെ ഈ കോൺഫ്ലിക്റ്റ്, ഇതുപോലുള്ള ഈ വിക്ടിം കാർഡ് വെച്ചിട്ടുള്ള കളിയും ഇതുപോലുള്ള സാധനങ്ങൾ, അത് വെച്ചുകൊണ്ടുള്ള അതിൻ്റെ കൗണ്ടറായിട്ടുള്ള വിഷയങ്ങൾ, ഇത് നിരന്തരം വരും. ഇത് പൊളിറ്റിക്സിൽ ഒരു വലിയ പ്രശ്നമായി മാറുകയും അതിൻ്റെ പേരിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരിടേണ്ടി വരികയും ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ മുന്നിലുള്ളൊരു പ്രധാന പ്രശ്നം. അപ്പോൾ അവിടെ പ്രശ്നം ഈ കോൺഫ്ലിക്റ്റ് പലപ്പോഴും വരുന്നത് നമ്മളുടെ മുസ്ലിങ്ങൾക്ക് ഈ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ആശയം, അതുപോലെ ഒരു നാഷണൽ ഒരു ഐഡൻറ്റിറ്റിയിൽ നിൽക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, ഇതൊക്കെയാണ് അവിടുത്തെ ഒരു കോൺഫ്ലിക്റ്റ് ആയിട്ട് വരുന്നത്. അതല്ലാതെ മതത്തിൻ്റെ പ്രശ്നമല്ല. അപ്പോൾ അവിടെ ഒരു വിഷയം അവിടെ വരുമ്പോൾ അവിടെ നമുക്ക് ശരിക്കും മുന്നോട്ട് പോകാൻ തടസ്സമാകുന്നത് ഈ ബോധമില്ലായ്മയാണ്. ഈ ബോധമില്ലായ്മ മാറിയാൽ, ബോധമുള്ളൊരു മുസ്ലിം ആയാൽ ഇതൊക്കെ കുറേ പരിഹരിക്കാൻ പറ്റും. നമ്മൾ ഇന്ന് രാവിലെ റിലീസ് ചെയ്ത വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് ഈ മുസ്ലിം ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് ഇറ്റ് ഈസ് കില്ലിങ് ഇന്ത്യൻ ഡെമോക്രസി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. നമ്മളുടെ സ്വാതന്ത്ര്യ സമരം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അന്ന് മുതൽ ഇപ്പോഴും ഇപ്പോൾ ഈ വഖഫിൻ്റെ വിഷയമായാലും ഏത് തന്നെ എടുത്ത് നോക്കിയാലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരേ പാറ്റേണിലുള്ള സാധനമാണ്. അതായത് ഈ ഒരു ബാർഗെയിനിങ്, ഈ പറയുന്ന ഒരു പവർ വെച്ചുകൊണ്ടുള്ള സാധനങ്ങൾ, ഈ വിക്ടിം കാർഡ് വെച്ചുകൊണ്ടുള്ള സംഗതികൾ, ഇത് അന്നും ഇന്നും നമ്മൾ ഒരേപോലെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു വലിയ പ്രശ്നമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കിയ വ്യക്തി എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത് ഇത് മാറണം. അവിടെ അംബേദ്കർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട്. അംബേദ്കർ പറഞ്ഞെന്താണ്? അതായത് ഒരു മുസ്ലിമിൻ്റെ മുന്നിൽ നാഷണൽ ഇൻട്രസ്റ്റും അവൻ്റെ കിതാബും അവൻ്റെ ഖുർആൻ ഇസ്ലാമും മുന്നിൽ വന്നാൽ അവിടെ എപ്പോഴും ഇസ്ലാമാണ് അവൻ പൊക്കി പിടിക്കുക, നാഷണൽ ഇൻട്രസ്റ്റ് എപ്പോഴും അവൻ കുഴിച്ചു മൂടും എന്ന ഒരു ഉദ്ദേശം അവിടെ പറഞ്ഞു വെക്കുന്നു. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എക്സാക്ട് കോട്ട് നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ട് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. അത് ഇംഗ്ലീഷിലാണ് ചെയ്തിരിക്കുന്നത്. കുറേയും കൂടി പുതിയ ഓഡിയൻസിലേക്ക്, നമ്മൾ നോർത്ത് ഇന്ത്യൻ ആ സർക്കിളിലേക്കൊക്കെ പോകാനുള്ള ഒരു ഉദ്ദേശമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അതിൽ കൃത്യമായിട്ട് കോട്ട് ചെയ്ത് പറയുന്ന ഒരു സാധനമാണ്. അംബേദ്കർ പറഞ്ഞുകൊണ്ട് നമുക്ക് പറയാമല്ലോ, അംബേദ്കർ സംഖ്യയല്ലല്ലോ, അതുകൊണ്ട് നമ്മൾ പറയാണ്. അപ്പോൾ ആൾ എഴുതി വെച്ച കാര്യമാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് ഇന്ത്യ ഒരു മദർലാൻഡായിട്ട് കാണാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് ഇന്നുമുള്ള പ്രശ്നം. ഇന്നും അവിടെ നിൽക്കുന്ന പ്രശ്നം അതാണ്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.